ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ രേവതിയോട് വഴക്കുണ്ടാക്കിയിട്ട് ചന്ദ്രമതി ഇറങ്ങി പോകും. ആർക്ക് വേണേടി നിന്റെ പൂരിയും മസാലയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ രണ്ടുപേരും കൂടി മക്കളുടെ ചന്ദ്രൻ്റെ അടുത്തേക്ക് വരിക. അതായത് ശ്രുതിയും കൂടി ആൻറ്റി ഞങ്ങൾ ഇറങ്ങുക കേട്ടോ എന്നും പറഞ്ഞു വന്നു. അപ്പോൾ അമ്മയുടെ വിഷമം കണ്ടപ്പോൾ മോനിങ്ങനെ നാലുപാട് നോക്കുക. ശ്രുതി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അതെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ പോരെ എന്ന് ശ്രുതി ചോദിച്ചു. കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി അതൊക്കെ ഇരുന്ന് പറയാൻ തുടങ്ങും. പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഇപ്പം അവൻ്റെ ക്വാർട്ടറിലാണല്ലോ പന്തുള്ളത്, എന്തിനാ വെറുതെ ഇതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്, നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി അന്നേരം ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടാതിരിക്കുക. അന്നേരം ശ്രുതി അതെ ഇന്നത്തെ സ്പെഷ്യലും പൂരി മസാലയാണെന്ന് ശ്രുതി പറയാം. അതെ നല്ല മണം വരുന്നുണ്ട് ശ്രുതി എന്ന് പറയുമ്പോൾ വാസനുണ്ടെങ്കിൽ മൂക്ക് അടച്ചു പിടിച്ചിട്ട് വരാൻ നോക്കാൻ പറഞ്ഞു. ശ്രുതി അങ്ങ് പോകുമ്പോൾ ശ്രുതി നമുക്ക് ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം ശ്രുതി പ്ലീസ്, ഇന്നലെ രാത്രി ഞാൻ നേരവണ്ണം ഒന്നും കഴിച്ചിട്ടില്ല, എനിക്കാണെങ്കിൽ തലവേദനയ്ക്കാണെന്നൊക്കെ പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഷോറൂമിൽ പോയി ഇരിക്കാനൊന്നും പറ്റത്തില്ലെന്ന് ശ്രുതി എന്നൊക്കെ പറഞ്ഞു. കഴിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടും, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, വരാൻ പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുക. അങ്ങനെ അല്ല നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദുള്ള സാധനം പുറത്തുനിന്ന് കിട്ടത്തില്ലല്ലോ ശ്രുതി, അത് ശ്രുതി ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ അത് ശ്രുതി പറയുന്നത് ശരിയാ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മൾ മാസം മാസം കാശ് എണ്ണി കൊടുക്കുന്നതാ അതറിയത്തില്ലേന്ന് ചോദിച്ചു. അതും ശരിയാ, നമ്മൾ പൈസ മാസം മാസം കൊടുക്കുന്നതാ എന്ന് ശ്രുതി. എന്തിനാ നമ്മൾ അവനെ പേടിച്ച് കഴിക്കാതെ പോകുന്നല്ലേ, നമുക്ക് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് ശ്രുതി. അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ കഴിക്കാൻ പോകാൻ നോക്കുക. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ മൂലയ്ക്ക് പോയിരിക്കാം. ആൻറ്റി നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആൻറ്റി എന്ത് ഇങ്ങനെ പറയുന്നത്, നേരെ ചുവന് 2-3 ദിവസമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, വിശക്കുന്നില്ല ആൻറ്റിക്ക്, വാ കഴിക്കാം എന്നും പറഞ്ഞിങ്ങനെ നിർബന്ധിച്ച് വിളിക്കുമ്പം എന്നെ ഈ അവസ്ഥയിൽ സന്തോഷിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അവർ നന്നായി കഴിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യട്ടെ, മറ്റുള്ളവരുടെ കാര്യമൊക്കെ വിടാം ആൻറ്റി. ആൻറ്റി ഇങ്ങനെ പട്ടിണി കിടന്ന് വല്ല അസുഖവും വരുത്തി വെക്കല്ലേ എന്ന് ശ്രുതി അന്നേരം പറയാം. അപ്പോൾ ഇത് അമ്മയുടെ വീടാ, അമ്മ എന്തിനാ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ മാറിയിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അന്നേരം ആൻറ്റി വന്ന് കഴിക്കാം ആൻറ്റി പ്ലീസ് ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പിടിച്ചു വലിച്ച് ചന്ദ്രയെ കൊണ്ടുപോവുക. നിങ്ങളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് കഴിക്കാൻ പോയിരിക്കുക 2-3 കൂടി. അന്നേരത്തേക്ക് നമ്മുടെ സച്ചിയും വന്നിരുന്നു. ഇന്ന് പൂരിയാ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴത്തേക്ക് അച്ഛനും വന്നു. അച്ഛാ ഇന്ന് പൂരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ചന്ദ്രയും വന്ന് കഴിക്കാനായിട്ടിരിക്കുക. അന്നേരം രവിയേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അയ്യോ അച്ഛൻ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു രേവതി. അപ്പോൾ എനിക്ക് വേണ്ട മോളെ, ഞാൻ പിന്നെ കഴിച്ചോളാമെന്നും പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ചന്ദ്ര വന്നിരുന്നത് കൊണ്ടാണെന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന സന്തോഷം എല്ലാം പോയി. അപ്പോഴേക്കും നമ്മുടെ രേവതി അമ്മ കഴിക്കാൻ പറഞ്ഞ് എടുത്തു കൊടുത്തു. എല്ലാവരും വന്നിരുന്ന് കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വർഷ കൊട്ടിന് കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക്. അല്ല ആൻറ്റിക്ക് ഇതൊക്കെ കൊള്ളാവോ ആൻറ്റി, രേവതി ചേച്ചിയെ വഴക്ക് പറഞ്ഞ് സ്വർണ്ണം മുഖത്തേക്ക് വലിച്ചെറിഞ്ഞൊക്കെ കൊടുത്തിരുന്നതായിരുന്നല്ലോ, ചേച്ചി വിഷമിച്ചിരിക്കുകയായിരിക്കും, ഒന്നും ഉണ്ടാക്കി കാണില്ലെന്നാ ഞാൻ വിചാരിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അന്നേരം വന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രയ്ക്കിട്ടുള്ള പണിയായി. എന്നോടാണ് ആൻറ്റി ഇങ്ങനെ കാണിച്ചിരുന്നതെങ്കിലേ ആ സ്വർണം തിരിച്ച് ആൻറ്റിയുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു വർഷ. ശ്രീകാന്ത് കറിയും എടുക്കുക. വർഷയ്ക്ക് ഒന്നും ഒരു പ്രശ്നമല്ല, വർഷ പറയാനുള്ള പറയുന്നു, കഴിക്കുന്നു. അപ്പോൾ രേവതി അങ്ങനെ ചെയ്യില്ല എന്നിവർക്ക് അറിയാം, അതുകൊണ്ടാണല്ലോ അവളുടെ തലയിൽ കയറി കബഡി കളിക്കുന്നതെന്ന് സച്ചി അന്നേരം പറയുക. അന്നേരം ഏട്ടത്തി ഒരു പാവാ, ഇങ്ങനെ ഒരു മനസ്സ് വേറെ ആർക്കും കാണില്ല എന്ന് ശ്രീകാന്ത് അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. രേവതിക്ക് വല്ലാണ്ടായി. അപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണോ ഇങ്ങനെ പുകഴ്ത്തുന്നതെന്ന് ശ്രുതി പറയുമ്പോൾ, എടാ നീ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തുകൊണ്ടുപോയി വിറ്റു, ഈ സമയം ജയിലിലെ ഭക്ഷണം കഴിക്കേണ്ട നീ ഇവിടെ ഇരുന്ന് ഈ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമേ രേവതിയുടെ നല്ല മനസ്സാണെന്ന് നീ ഓർത്തോളാൻ പറഞ്ഞു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ നിന്നെ ജയിലിൽ കിടത്തിയനെ എന്നുള്ള കാര്യങ്ങളും നമ്മുടെ സച്ചി അന്നേരം ശ്രുതിയോട് പറഞ്ഞു. നേരത്തെ ഇവൻ തിരിഞ്ഞിരിക്കുക ഈ ശ്രുതി. ചന്ദ്രയ്ക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇവളെ എത്ര പുകഴ്ത്തിയാലും അധികം ആവില്ലടാന്ന് പറയുന്നു. എടാ ശ്രുതി സ്വർണ്ണം വിറ്റാ കാശ് തരാമെന്ന് പറഞ്ഞില്ല, പിന്നെ എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു ശ്രുതിയെ. എനിക്കെന്ത് പ്രശ്നം, നിന്റെ ഭാര്യ വരുമ്പോഴേ ഒരു ഉപദേശം കൊടുക്കണം എനിക്കെന്ന് പറഞ്ഞു. എന്ത് ഉപദേശമാണെന്ന് നേരം ശ്രുതി ചോദിക്കുക. അവളുടെ സ്വർണം ഷെൽഫിൽ സൂക്ഷിച്ചിരിക്കുകയല്ലേ, നിങ്ങളെല്ലാവരും ഉറങ്ങുമ്പോൾ നീ ഉറങ്ങരുത്, ഉറങ്ങിയ ഇവൻ അലമാരയോടെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം, അതാണ് ഉപദേശം എന്നും സച്ചി ഇങ്ങനെ പറയുന്നത്. അപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കും കേട്ടോ. അന്നേരം ചന്ദ്ര ഇങ്ങനെ തുറിച്ചു നോക്കുക. രേവതി ഇതൊക്കെ കേട്ട് മിണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ രേവതി എവിടെയെല്ലാം അടിച്ചു വാരിയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തും വർഷം അങ്ങോട്ടേക്ക് വന്നു രേവതിയുടെ അടുത്തേക്ക്. അപ്പോൾ എന്തിനാ ചേച്ചി കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അതെ എനിക്ക് വർഷയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പുറത്ത് വെക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങ് പോയി. അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നിൻ്റെ വീട്ടിൽ പറയരുത് കേട്ടോ എന്ന് രേവതി വർഷയോട് പറയുക. അപ്പോൾ എന്ത് കാര്യം ചേച്ചി എന്ന് ചോദിച്ചു. അത് പിന്നെ എൻ്റെ സ്വർണം വിറ്റ കാര്യം എന്ന് പറയുമ്പോൾ ചന്ദ്രമതി ഇത് കേൾക്കും കേട്ടോ.
ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. അങ്ങനെ നിൻ്റെ അമ്മയോ അച്ഛനോ അറിഞ്ഞത് നാണക്കേടാ, അതുകൊണ്ട് നിൻ്റെ അച്ഛനോടും അമ്മയോടൊന്നും പറയരുത് കേട്ടോ. ഞാനും എൻ്റെ വീട്ടിൽ ആരോടും ഇത് പറയില്ല കേട്ടോ എന്ന് രേവതി ഇങ്ങനെ പറയും. അത് ചന്ദ്രൻ ഇങ്ങനെ വട്ടം പിടിച്ച് കേൾക്കാം. അപ്പോൾ ഇത് അത്ര വലിയ സീക്രട്ടാണോ ചേച്ചി എന്ന് ചോദിക്കുകയാണ് വർഷ. അന്നേരം വർഷേ, കുട്ടികളാണ് തെറ്റ് ചെയ്തതെങ്കിൽ അതാരും അങ്ങനെ കാര്യമാക്കുമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ മുതിർന്നവരാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന കാര്യം രേവതി പറയുക. അപ്പോഴും ചന്ദ്രൻ ഇങ്ങനെ വട്ടം പിടിച്ച് നിൽക്കുക. മറ്റുള്ളവർ ഇതറിഞ്ഞാൽ കുടുംബത്തിനും കൂടിയല്ലേ മോളെ ചീത്തപ്പേരെന്നല്ല കാര്യം രേവതി ഇങ്ങനെ ചോദിച്ചു. അച്ഛനത് വലിയ വിഷമം ഉണ്ടാക്കും. അപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്താൽ മറ്റുള്ളവരോട് പറയാം അല്ലേ എന്ന് വർഷ രേവതിയോട് ചോദിച്ചു. അപ്പം എന്നും പറഞ്ഞ് ചന്ദ്രൻ തലയാട്ടുക. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് ചേച്ചി, അതിൽ മുതിർന്നവരോ കുട്ടികൾ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്ന് ഇങ്ങനെ പറയുന്നു കേട്ടോ വർഷ. അത് വർഷ പറഞ്ഞ 100% ശരിയാ. ഇതിപ്പോൾ പുറത്തറിഞ്ഞ അമ്മയ്ക്കത് അപമാനമല്ലേ എന്ന് രേവതി ചോദിച്ചു. ഇതിനെക്കുറിച്ച് ആൻറ്റി ആലോചിക്കണമായിരുന്നു. അപ്പം ചെയ്തു പോയില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് രേവതി ചോദിക്കും കേട്ടോ. എന്തായാലും നീ ഇത് വീട്ടിൽ പറയരുത് എന്ന് രേവതി വർഷയോട് പറഞ്ഞു. ശരി ചേച്ചി പറഞ്ഞത് കൊണ്ട് ഞാനിത് ആരോടും പറയാൻ പോണില്ല എന്ന് വർഷ പറഞ്ഞു. അല്ലെങ്കിലേ ഞാനിതിപ്പോൾ പറഞ്ഞേനെ. നാണം കെടേണ്ടവർ നാണം കെടുക തന്നെ വേണമെന്ന കാര്യം വർഷ പറഞ്ഞു. എൻ്റെ പൊന്നോന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ എന്നാൽ ഞാൻ പോയിക്കോട്ടെ, ശ്രീകാന്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്നും പറഞ്ഞ് വർഷ അവിടെ നിന്ന് അങ്ങ് പോവുക കേട്ടോ. വർഷ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പണക്കാരിപ്പണി പറഞ്ഞത് കേട്ടില്ലേ, അവളെ എന്താ വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രൻ എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചന്ദ്രയുടെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തിക്കുക, രേവതി എന്തുകൊണ്ടായിരിക്കും എനിക്ക് വേണ്ടി സംസാരിച്ചത്? ഓ, അവളുടെ മുന്നിൽ നല്ല കുട്ടിയാകാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നിൽക്കുക. അവൾ എന്താ നല്ല കുട്ടിയായിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര മുതലാളി അവിടെ അങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് ഷോറൂമിൽ ചെന്നിട്ട് ശ്രുതി നിന്ന് ആലോചനയോ അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നു. ശ്രുതി എന്ത് ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. ആകെ ഡള്ളായിട്ടാണല്ലോ ഇരിക്കുന്നത്, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ കാരണമല്ലേ അച്ഛനിപ്പോൾ അമ്മയോട് മിണ്ടാതിരിക്കുന്നത്, എൻ്റെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടല്ലേ അമ്മ ഇപ്പം ഇങ്ങനെ വിഷമത്തിലായതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇതൊക്കെ മുന്നേ ആലോചിക്കണമായിരുന്നു, ആദ്യമേ ഇതൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിലേ ഈ വിഷയം ഇങ്ങനെ വഷളാവില്ലായിരുന്നു എന്ന് ശ്രുതിയോട് പറയുക. നിനക്ക് എന്നോടുള്ള റെസ്പെക്റ്റ് പോകുമെന്നുള്ള ഭയം കാരണം പറയാതിരുന്നതാണെന്ന് പറയുമ്പം ഇപ്പോൾ വീട്ടിലുള്ളവരുടെ മുന്നിൽ നിങ്ങൾ നാണം കെട്ടില്ലേന്ന് ചോദിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ ശ്രുതിയോട് പറഞ്ഞത് എന്നിൽ നിന്നൊന്നും മറച്ചു വെക്കല്ലേ എന്ന്, അത് പ്രശ്നമാകുമെന്ന്. അപ്പോൾ സോറി ശ്രുതി, ഞാൻ എല്ലാം നിന്നോട് പറയേണ്ടതായിരുന്നു, ഞാൻ പറഞ്ഞില്ല. ഞാൻ രേവതിയുടെ സ്വർണം വിൽക്കാനും പാടില്ലായിരുന്നു, അല്ലെങ്കിലും ശ്രുതിക്ക് ബുദ്ധി വൈകിയേ വരുള്ളൂ എന്ന് ശ്രുതി പറയുക. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും, അവർക്കിപ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് നീ പറഞ്ഞില്ല, അത് എങ്ങനെ കൊടുക്കുമെന്ന് ചോദിക്കുമ്പം അത് എങ്ങനെയെങ്കിലും കൊടുത്തല്ലേ പറ്റുള്ളൂ എന്ന് ശ്രുതി അന്നേരം ചോദിക്കുക ശ്രുതിയോട്. ശ്രുതി അങ്കിളിന് 50 ലക്ഷം രൂപ എടുത്തതിനെ പറ്റി സച്ചി പറയാത്ത ദിവസങ്ങളില്ല എന്നുള്ളത് അറിയാലോ. പറഞ്ഞ് 5 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ നമ്മളെ ആ വീട്ടിൽ നിൽക്കാൻ പോലും വിടില്ല സച്ചി. അപ്പം സോറി ശ്രുതി, ഞാൻ കാരണം നിന്റെ സമാധാനം മൊത്തം പോയല്ലേ എന്ന് ചോദിച്ചു. ആദ്യം ശ്രുതിയുടെ ഈ സോറി പറച്ചിലൊന്നും നിർത്താനായിട്ട് ശ്രുതിയോട് പറയുക. എങ്ങനെ അവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കാമെന്നുള്ളത് ശ്രുതി ആലോചിക്കാൻ പറയുമ്പം എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണെന്ന് ചോദിച്ചു. ഒരു 2 ലക്ഷം രൂപയെങ്കിലും പെട്ടെന്ന് കൊടുക്കണമെന്നും എങ്കിലും അവൻ്റെ വായ അടപ്പിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല ശ്രുതി, അതെനിക്ക് അറിയാവുന്നതാണല്ലോ. ഞാൻ ആ മീരയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, അവള് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് തരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മീരയെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി മീരയെ കാണാൻ പോവാം. പെട്ടെന്ന് രവിയേട്ടന് വയ്യാതായി. അപ്പോഴേക്കും ചുമയും ബുദ്ധിമുട്ടൊക്കെ വന്നു. അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഇതാകുമ്പോഴത്തേക്കും വെള്ളം കുടിക്കുന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്ര രവിയേട്ടനുള്ള വെള്ളമായിട്ടും അങ്ങ് വന്നു. പക്ഷേ ചന്ദ്രമതി കൊടുത്ത വെള്ളം രവിയേട്ടൻ കുടിച്ചില്ല. അപ്പോഴത്തേക്ക് സച്ചി ഓടി വന്നു. എന്താ അച്ഛാ പറ്റി, എന്താ അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനെന്താ വെള്ളം കുടിക്കാത്തതെന്ന് ചോദിച്ചു. എനിക്ക് വെള്ളം വേണ്ടാന്ന് പറഞ്ഞു. എന്താ അച്ഛാ അതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് സച്ചി വെള്ളം മേടിച്ച് അച്ഛനും കൊടുത്തു. അന്നേരം അച്ഛൻ ആ വെള്ളം കുടിച്ചു. അപ്പോൾ എന്ത് പറ്റിയച്ചാന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല മോനെ, ഒന്നുമില്ലടാ എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി ഓടി വന്നു. എന്താ അച്ഛാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയോടുള്ള അച്ഛൻ്റെ ദേഷ്യത്തിന് മാറ്റമില്ലല്ലോ എന്ന് സച്ചി പതുക്കെ രേവതിയോട് പറയുന്നു. ചന്ദ്രൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്കും ശ്രുതിയും കൂടെ ഓടി കയറി വന്നു. അമ്മ എന്തി അച്ഛാ എന്ന് ചോദിച്ചു. അപ്പോൾ അവളവിടെ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് വരുന്നതെന്നൊക്കെ എനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കാം. നിനക്കല്ലേ അതൊക്കെ അറിയുള്ളൂ എന്ന് ചോദിച്ചു അച്ഛൻ. നിങ്ങൾ രണ്ടുപേരും ചേർന്നല്ലേ എല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ അത് ഞാൻ ചോദിച്ചത് കുറ്റമായോ എന്ന് ശ്രുതി. അന്നേരം ശ്രുതി ആൻറ്റി അകത്ത് കാണുമായിരിക്കും. ആൻറ്റി ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നീട്ടി വിളിക്കുക. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് വന്നു. എന്താണെന്ന് ചോദിച്ചു. ഇനി ഇവരുടെ മുന്നിൽ അമ്മയ്ക്ക് തല കുനിക്കേണ്ടി വരില്ല അമ്മയെന്ന് പറഞ്ഞു ശ്രുതിയുടെ വലിയ ഡയലോഗ്. അപ്പം നീ കാരണമാണ് അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരുന്നത് എന്ന് ശ്രുതി പറയുമ്പം സച്ചി പറയുമ്പോൾ സച്ചി നിർത്ത, നീ ശ്രുതിയെ കുറ്റം പറയുന്നത് നിർത്ത എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വലിയ ആളായി. അപ്പം നീ വായ അടയ്ക്ക്, കാശല്ലേ നിന്റെ പ്രശ്നം, നിനക്ക് തരാനുള്ള 5 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ ഞാനിപ്പോൾ തരുമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചിയോട് ശ്രുതി വലിയ ആള് കളിച്ച് പറയാം. അപ്പം ചന്ദ്ര എവിടെ നിന്നാടാ ഇപ്പം നിന്റെ കയ്യിൽ കാശെന്ന് ചന്ദ്രമതി ചോദിച്ചു. അപ്പോൾ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന നിങ്ങളുടെ സ്വർണ്ണം അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ അന്നേരം സച്ചി പറയാം. അതൊക്കെ അവിടെ തന്നെ ഉണ്ട്, അതെടുക്കേണ്ട ആവശ്യം എന്തായാലും ഞങ്ങൾക്കില്ല എന്ന് ശ്രുതി വലിയ ആള് കളിച്ച് പറയണു. ഈ കാശേ എൻ്റെ അച്ഛൻ അയച്ചു തന്നതാണെന്ന് ശ്രുതി പറയുമ്പോഴേക്കും
നിന്റെ അച്ഛൻ ഞാൻ അവിടെ ജയിലിലല്ലേ ഉള്ളത്, അവിടുന്ന് ഇങ്ങനെ കാശ് അയച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കുക, ഇവരുടെ അച്ഛൻ ജയിലിനകത്ത് ബാങ്ക് നടത്തുന്നുണ്ട് അച്ഛാ, നല്ല ജയിലല്ലേ എന്ന് സച്ചി പറഞ്ഞു. അപ്പം നീ കളിയാക്കൊന്നും വേണ്ടടാ, കാശേ എൻ്റെ ഇളയച്ഛൻ മുഖാന്തരം അയച്ചു തന്നതാണെന്ന കാര്യം ശ്രുതി അന്നേരം പറഞ്ഞു. അല്ല അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛനും ഇളയച്ചനൊക്കെ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് കാശിൻ്റെ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അയച്ചു തന്നതാണെന്ന് ശ്രുതി പറഞ്ഞു. അവരൊക്കെ ശ്രുതിയുടെ കണ്ണൊന്നും നിറയാൻ അനുവദിക്കുന്നവരല്ല. ശ്രുതി ആ കാശും കന്നെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്ത് അങ്ങ് കൊടുക്കുന്നു. എന്നിട്ട് ഇവരുടെ മുന്നിൽ പൈസ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചന്ദ്രയുടെ കണ്ണ് മഞ്ഞളിച്ചു. ദാ അച്ഛാ എന്ന് പറഞ്ഞ അച്ഛൻ്റെ കൈ കൊടുക്കുമ്പം, എന്തിനാടാ എനിക്ക് നീ കാശ് തരുന്നേ, എൻ്റെ സ്വർണ്ണമാണോ നീ എടുത്ത് വിറ്റതെന്ന് അച്ഛൻ ചോദിച്ചു. ആരുടെ സ്വർണ്ണമാണോ നീ വിറ്റത് അവർക്കാണ് നീ കാശ് കൊടുക്കേണ്ടതെന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ശ്രുതി. അവൻ്റെ ഭാര്യ വീട്ടിലെ സ്വത്ത് മുഴുവനും നമ്മൾ കൈക്കലാക്കി വിറ്റതുപോലെയല്ലേ അവൻ പെരുമാറിയത്, കാശ് അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കാൻ ചന്ദ്ര പറയുമ്പോൾ എന്നാടാ എന്നും പറഞ്ഞുകൊണ്ട് പറയുക. അപ്പോൾ 2 ലക്ഷം അല്ല 5 ലക്ഷമാണ് എനിക്ക് തരേണ്ടത് എന്ന് സച്ചി അന്നേരം ശ്രുതിയോട് പറയുക കേട്ടോ. ഇപ്പം 2 ലക്ഷം രൂപ നീ വാങ്ങിക്കുക, വൈകാതെ തന്നെ 3 ലക്ഷം രൂപ തരും എന്ന് ശ്രുതി പറയുമ്പം നിന്റെ അച്ഛനോട് 5 ലക്ഷം രൂപ വാങ്ങിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു സച്ചി. അച്ഛനാണെങ്കിലും കൂടെ വലിയൊരു തുക ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് 2 ലക്ഷം രൂപ ചോദിച്ചത്. അടുത്ത കാലത്തല്ലേ കട തുടങ്ങാനായിട്ട് അച്ഛൻ കാശ് അയച്ചു തന്നെന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ, അച്ഛാ കാശ് ഇവനോട് മേടിക്കാൻ പറ അച്ഛാന്ന് പറയും. വാങ്ങിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവനാണ്, ഞാനല്ല എന്ന് അച്ഛൻ അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. അന്നേരം ചന്ദ്രയ്ക്ക് ഇങ്ങനെ നോക്കുക. അന്നേരം രേവതി സച്ചിയായിട്ട് അത് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിക്കാൻ രേവതി പറഞ്ഞതുകൊണ്ട് മാത്രം സച്ചി അത് വാങ്ങിക്കുവാണ്. അപ്പോൾ ഞാനിതൊന്ന് എണ്ണട്ടെ, നീ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. തൽക്കാലം നിന്റെ പ്രശ്നമൊക്കെ തീർന്നല്ലോ എന്ന് ശ്രുതി ചോദിക്കാം. ഇനി ശ്രുതിക്ക് നേരെ കൈ ഒങ്ങുന്നതും പരിഹസിക്കുന്നതും ഇതോടുകൂടി നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇതുപോലെ തെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അടിക്കും ഞാൻ, അതിലൊരു മാറ്റവും ഇല്ല എന്ന് സച്ചി അന്നേരം വീണ്ടും അവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ കുറച്ച് കാശ് തന്നില്ല, ഇനി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് ചന്ദ്ര അന്നേരം പറയുക. ഇപ്പം നിനക്ക് മനസ്സിലായോടി, ശ്രുതി നിന്നെ പോലെയല്ല, അന്തസ്സും അഭിമാനവും ഉള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. ശ്രുതി വിചാരിച്ചാലേ മൊത്തം കാശ് ഇപ്പം തരാൻ പറ്റും എന്ന് ചന്ദ്ര പറയുമ്പം എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പണി പാളിയോ, അപ്പം ഇപ്പം തന്നെ വിചാരിക്കാൻ പറയാം, അപ്പം അധികം വൈകാതെ തന്നെ ആക്കി തരാനുള്ള ബാക്കി കാശുകൾ തന്നിരിക്കടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിക്ക് പിന്നെയും ഇതായി. അപ്പം ശ്രുതി, ഇവനെ പ്രസവിച്ച് ഇവളും ചെയ്ത തെറ്റിനെ ഇപ്പം നീയാണ് അനുഭവിക്കുന്നതെന്ന് നീ ഓർത്തോളാൻ ശ്രുതിയോട് രവിയേട്ടൻ മാന്യമായ ഭാഷയിൽ പറഞ്ഞു. ഇനിയെങ്കിലും അവനെ ഒന്ന് തിരുത്താൻ നോക്കും, നന്നാവാൻ പറയാനും പറഞ്ഞു. ചിലരോട് വായടക്കാനും പറയാൻ നമ്മുടെ രവിയേട്ടൻ പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കുക രവിയേട്ടനെ നേരെ. ഇവരുടെയൊക്കെ ശബ്ദം കേൾക്കുന്നത് തന്നെ അറപ്പായി തുടങ്ങി എനിക്കെന്നും രവിയേട്ടൻ പറയും കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് രവിയേട്ടൻ ഇരിക്കുമ്പോൾ ചന്ദ്ര കണ്ണു ഉന്തിപ്പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് രവിയേട്ടൻ അത് പറഞ്ഞല്ലോ എന്ന് ഓർത്ത് ചന്ദ്രയ്ക്ക് ഭയങ്കര സങ്കടം, ചന്ദ്ര ഭയങ്കര കരച്ചിൽ അന്നേരം അത് കേട്ടപ്പം. എന്നിട്ട് അത് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പം, കൊള്ളന് കഞ്ഞി വെക്കുന്ന ഒരു അമ്മയുള്ള വീടാ രേവതി, അത് മറക്കണ്ട, പൈസ കൊണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറഞ്ഞു സച്ചിയും രേവതിയും കൂടെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഓടി വന്ന് മക്കളോട് പറയുകയാണ് അവരുടെ കാശ് ബാക്കിയും കൂടെ കൊടുക്കണം, എങ്കിലേ തല ഉയർത്തി പിടിച്ചവരുടെ മുന്നിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അത് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി വന്ന് ശ്രുതിയുടെ അടുത്ത് വെറുതെ 2 ലക്ഷം രൂപ പോയി കിട്ടിയെന്ന് പറഞ്ഞു. അതെ, സ്വർണ്ണം എടുത്ത് വിൽക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഒന്ന് ശ്രുതിയോട് ശ്രുതി പറയുക. രണ്ടും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് രേവതി പിന്നെ അവിടെ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, നിന്റെ ജോലി ഇതുവരെ തീർന്നില്ലേ രേവതി, ഇവിടുത്തെ ജോലികളൊക്കെ ഭാഗിച്ചു കൊടുത്തതല്ലേ അച്ഛമ്മ, പിന്നെ എന്തിനാ നീ എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് സച്ചി ചോദിച്ചു. അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കും, എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സച്ചിയായിട്ട് അത് കഴിഞ്ഞെന്നേ, ഇനി അതും പറഞ്ഞു വെറുതെ കുതിര കയറാൻ വരല്ലേ, അവിടെ ഇരിക്കുക കേട്ടോ എന്ന് പറഞ്ഞു രേവതി സച്ചിയോട്. അങ്ങനെ സച്ചി അവിടെ ഇരുന്നു. അപ്പോൾ അമ്മ അച്ഛനെ വേദനിപ്പിച്ചത് അച്ഛൻ അത്രയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ സച്ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ പറയാം. അപ്പോൾ പുറമേ ഒന്നും അച്ഛൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, അച്ഛൻ്റെ വാശിക്കപ്പുറമാണ്, ആ മനസ്സ് ഒരുപാട് വേവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് സച്ചി രേവതിയോട് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അച്ഛൻ്റെ മനസ്സിനെ പറ്റിയും അതുപോലെ അമ്മ കാണിച്ച തോന്നിവാസത്തിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവർ തമ്മിലുള്ള പിണക്കം മാറ്റണമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വഴി കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കിട്ടിയ പൈസയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ പൈസ എന്താ ചെയ്യേണ്ടതെന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു. അത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ സച്ചിയേട്ടാ, നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അതെന്തിനാ, എന്നിട്ട് അത് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കാമെന്ന് രേവതി പറയുമ്പം ഇപ്പം അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കണമെന്ന് ചോദിച്ചു. അപ്പം ചിന്തിക്കണം സച്ചേട്ടാ, നമുക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ജീവിതം മതിയോ, ഒരു മുറിയൊക്കെ കെട്ടണ്ടേ എന്ന് രേവതി ചോദിക്കും കേട്ടോ. നമ്മുടെ സ്വപ്നമല്ലേ അതെന്നും ചോദിച്ചു. പിന്നെ അതിന് സ്വർണ്ണം വാങ്ങി അലമാരിയിൽ വെച്ചിട്ടൊന്നും കാര്യമില്ല, ഒരു വണ്ടി വാങ്ങുക തന്നെ വേണമെന്ന് രേവതി സച്ചിക്ക് അടുത്ത വഴിക്കുള്ള മാർഗം പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് എല്ലാവർക്കും ടാറ്റാ.